Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6-ൽ സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ്. കൂടെയുണ്ട് RJ തുഷാരൻ. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് റൈറ്റർ ഡയറക്ടർ പ്രണീഷ് വിജയൻ ആണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. ഓക്കെ, താങ്ക് യു. ശരിക്കും ദ പെറ്റ് ഡിറ്റക്റ്റീവ് ഇസ് ദ ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് നമുക്ക് പറയാം. നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഹാപ്പിയാണ്. ഐ മീൻ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക്. കാരണം ഇത്രയും റെസ്പോൺസും ഫീഡ്ബാക്കും കിട്ടുന്നു, മെയിൻലി ഫ്രം കിഡ്സ്. ഐ മീൻ പിള്ളേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുട്ടികളുടെ വോയിസ് മെസ്സേജ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരന്റ്സ് കണ്ടിട്ട് പിന്നെ അത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയും, പിന്നെ ഒരു വോയിസ് അയച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നോക്കുമ്പോ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടു ചേട്ടാ, ഭയങ്കര രസമുണ്ട് അങ്കിൾ എന്നൊക്കെ പറയുമ്പോ കേൾക്കുമ്പോ ഭയങ്കര രസമുണ്ട്. ഈ ഒരു ടൈറ്റിലേക്ക് എത്തിയതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരൂ. ദ പെറ്റ് ഡിറ്റക്റ്റീവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ആക്ച്വലി ഇപ്പൊ ഞാനും ഷർഫും കൂടിയും വേറൊരു മൂവി പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു കുറച്ചു നാൾ മുമ്പ്. അപ്പൊ അത് ഇങ്ങനെ പാൻഡമിക് വന്നിട്ട് അതിങ്ങനെ ഒന്ന് ഡൗൺ ആയി ക്ലോസ് ആയി നിൽക്കുന്ന സമയത്ത് അപ്പൊ ഷർഫ് നമ്മുടെ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം വന്നപ്പോഴാണ് ഷർഫ് പറഞ്ഞത് നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവന്റെ ഒരു ഡോഗ് മിസ്സായി. അപ്പൊ ഇങ്ങനെ എല്ലാരും ഷെയർ ഒക്കെ ചെയ്തിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഡോഗിനെ കിട്ടി. അപ്പൊ ഈ ഒരു കഥ പറഞ്ഞപ്പോ ഷർഫ് വെച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പെറ്റ്സ് ഒക്കെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനൊന്നും ആരും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ ശരിക്കും ഇല്ല, ആരും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ, അങ്ങനെ ഒരു സാധനം ആലോചന എന്നാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ഡിറ്റക്റ്റീവ്, ഇങ്ങനെ പെറ്റ്സിനെ നോക്കി നടക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി അവിടെ നിന്നാണ് തുടങ്ങണത്. അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. പിന്നെ അവിടെ നിന്ന് അപ്പൊ ഞാനും കേട്ടപ്പോ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ അവിടെ നിന്ന് അതിന്റെ ഒരു എഴുത്ത് തുടങ്ങി അതൊരു അങ്ങനെ കുറച്ച് ഡ്രാഫ്റ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ജയവിഷ്ണു എന്റെ കൂടെ കോറൈറ്റർ ആയിട്ട് വന്നത്. ആസ് എ ഫിലിം മേക്കർ പ്രണീഷിന് കൂടുതലും കണക്ട് ആവുന്നത് ഏത് കൈൻഡ് ഓഫ് സ്റ്റോറീസ് ആണ്? അങ്ങനെയില്ല ആക്ച്വലി. എനിക്ക് അങ്ങനെ ഇന്ന ജോണർ സ്റ്റോറീസ് അല്ലെങ്കിൽ ഇന്ന ജോണറാണ് എനിക്ക് എന്നുള്ളതില്ല. ചിലപ്പോ കോമഡി ഭയങ്കരമായിട്ട് വർക്കാവും, ചിലപ്പോ നമുക്ക് ഇമോഷണൽ വർക്കാവും, ചിലപ്പോ ത്രില്ലർ വർക്കാവും. ഡിപ്പെൻഡ്സ്. ഇപ്പൊ മലയാളം സിനിമയിൽ നമുക്ക് റീസെന്റ് ആയിട്ടൊരു എന്താ പറയാ ഒരു വേവ് ഓഫ് ഫ്രഷ് അൺകൺവെൻഷണൽ ആയിട്ടുള്ള നറേറ്റീവ്സ് വി ഹാവ് ബീൻ സീയിങ് അല്ലെ? ആ ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എവല്യൂഷനിൽ വേർ ഡു യു സീ ദ പെറ്റ് ഡിറ്റക്റ്റീവ് ഫിറ്റിംഗ് ഇൻ? ആക്ച്വലി പെറ്റ് ഡിറ്റക്റ്റീവും നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു പുതിയ നറേഷൻ, അല്ലെങ്കിൽ പണ്ട് ഇങ്ങനത്തെ ഒരു കുറച്ചൊരു സ്ലാപ്സ്റ്റിക് കോമഡിയും കുറച്ച് എന്താ പറയാ കുറച്ച് എക്സ്ട്രാവജന്റ് ആയിട്ടുള്ള വിഷ്വൽ കോമഡീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മള്. പിന്നെ അത് മാറി കുറച്ചുകൂടി വെർബൽ കോമഡിയിലേക്ക് മാറി. അപ്പൊ അതിന്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോമഡി മൂവി ചെയ്യുമ്പോഴും അതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കണം, അതൊരു വിഷ്വലി ആൾക്കാർക്ക് കുറച്ചുകൂടി എക്സൈറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിറ്റക്റ്റീവ് ചെയ്തത്. അതെനിക്ക് തോന്നുന്നത് അത്യാവശ്യം എല്ലാവർക്കും വർക്കായി എന്നാണ് തോന്നുന്നത്. ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു 3 റീസൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാമോ? ദ ഫസ്റ്റ് റീസൺ വിൽ ബി ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് വിഷ്വലിൽ കുറെ സർപ്രൈസസ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ട്, നമ്മൾ അതേപോലെ തന്നെ സൗണ്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ എക്സൈറ്റ്മെന്റ് തരുന്ന കുറെ ആർട്ടിസ്റ്റുകൾ, കുറെ സർപ്രൈസുകൾ നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ബേസിക്കലി വിത്ത് ഫാമിലി പോവാണെങ്കിൽ പിള്ളേര് അത് എൻജോയ് ചെയ്യണത് വളരെ എന്താ പറയാ, പിള്ളേര് ഞാൻ നോക്കുമ്പോ നമ്മൾ തിയേറ്റേഴ്സിനൊക്കെ പോകുമ്പോ പിള്ളേര് സീറ്റിലൊക്കെ ചാടി നിന്ന് കളിച്ച് അങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആസ് എ ഫിലിം മേക്കർ പ്രണീഷ് എടുത്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് റിസ്ക് ഓർ ചാലഞ്ച് എടുത്ത് പറയാൻ പറ്റുമോ? ക്രിയേറ്റീവ് റിസ്ക് ഓർ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം തന്നെയാണ്. നമ്മള് ഇതിനു വേണ്ടി ഇപ്പൊ ഒരു 3 to 4 years ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പൊ അത് നമുക്ക് ഈ സ്റ്റോറിയിലും ഈ ഒരു ടീമിലും ഈ ഒരു പ്രൊഡക്ഷൻ, ഇപ്പൊ ഷർഫുദ്ദീൻ പ്രൊഡക്ഷൻസ്, ഗോകുലം പ്രൊഡക്ഷൻസ് രണ്ടുപേരും കൂടിയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ അതിലൊക്കെ ഉള്ള ആ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഇങ്ങനത്തെ രീതിയിൽ പറയാൻ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ട് ആൻഡ് ടൈം നമുക്ക് വർത്തിയാണ് എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആ റിസ്ക്. പ്രണീഷ്, ഞാൻ ചോദിച്ചോട്ടെ, ഈ സിനിമയിൽ ഷറഫുദ്ദീനൊപ്പം അഭിനയിക്കാനായിട്ട് അനുപമ തന്നെയായിരുന്നു ഫസ്റ്റ് ചോയ്സ്, ഓർ ഹൗ വാസ് ഇറ്റ്? എഴുതുന്ന സമയത്ത് തന്നെ അനുപമ ആയിരുന്നോ മനസ്സിൽ, ഓർ ഡിഡ് ഇറ്റ് eventually happen? No, അനുപമ was the first choice and the last choice. First and only choice. Only choice. Because നമ്മളിപ്പോ നമ്മുടെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണത്
ഫസ്റ്റ് ആദ്യത്തെ ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഞാൻ നറേറ്റ് ചെയ്യണത് അനുപമയുടെ അടുത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഒരു 1-2 ഡ്രാഫ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ അനുപമയുടെ അടുത്ത് നറേറ്റ് ചെയ്തു. അന്ന് തന്നെ പുള്ളിക്കാരി കമ്മിറ്റ് ചെയ്തതാണ്. ഓക്കെ. പിന്നെ പുള്ളിക്കാരി അവിടെ തെലുങ്കിൽ കുറെ അത്യാവശ്യം സൂപ്പർ ഹിറ്റുകളൊക്കെ വന്നാലും പക്ഷെ എപ്പോഴും സ്റ്റിൽ ഓൺ ദിസ് പ്രോജക്റ്റ് ആയിരുന്നു. ഓ നൈസ്. പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടായില്ല? ഇല്ല കാരണം നമുക്കും ആ ഒരു പുള്ളിക്കാരുടെ ഒരു എനർജി ഈ മൂവിയിൽ ആവശ്യമായിരുന്നു. അങ്ങനെ വളരെ എനർജി പാക്ഡ് ആയിട്ടുള്ള വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ. അങ്ങനെ തന്നെയാണ് ഇതിന്റെ റിവ്യൂസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ സക്സസ്ഫുള്ളി തിയേറ്റേഴ്സിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ കാണേണ്ട 3 റീസൺസ് നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു. എന്നാൽ ലെറ്റ് മീ ഓൾസോ ആസ്ക് യു, ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ഈ ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഓഡിയൻസിന് എന്തായിരിക്കണം ഒരു ടേക്ക് അവേ? എന്റർടൈൻമെന്റ്. അവര് ഹാപ്പി ആയിരിക്കണം. മീൻസ് അവരൊരു ഹാപ്പിയും ഒരു എന്താ പറയാ ഒരു സ്ട്രെസ് ബസ്റ്റർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫ് ആയിട്ട് അവര് ഇറങ്ങിപ്പോണം. ഓക്കെ ഓക്കെ. അതായിരുന്നു നമ്മുടെ ഒരു ആക്ച്വലി നമ്മൾ കഥ എഴുതുമ്പോ തുടങ്ങി നമ്മുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഫോക്കസ് അതായിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ ഒരു സിനിമ ഓഫ് കോഴ്സ് എന്റർടൈനർ ആണ്. അപ്പൊ ഷൂട്ടിംഗ് ടൈമിലും കുറെ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. എടുത്ത് ഓർമ്മിച്ച് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? അങ്ങനെ ഷൂട്ടിംഗ് ടൈമിൽ അങ്ങനെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഷൂട്ടിംഗ് ടൈമിൽ അത്ര എന്റർടൈൻമെന്റ് ഒന്നും ഉണ്ടായില്ല. കാരണം നമുക്ക് ഇത് ചെയ്യാ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാരും അത്യാവശ്യം ഫിസിക്കലി മെന്റലി ഒക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ മഴ നമുക്ക് ഒരുപാട് വരുന്നു. പക്ഷെ എന്റർടൈൻമെന്റ് ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മളെല്ലാരും ഫ്രണ്ട്സ് ആയിരുന്നു. മീൻസ് ഓൾ ടീം നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഗെറ്റ് ടുഗദർ ഒരു റിലീഫ് ആൻഡ് ഒരു ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടായിരുന്നു. ആസ് എ ഫിലിം മേക്കർ പ്രണീഷിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു ലെസൺ ഈ ഒരു സിനിമയിൽ നിന്ന് എന്തായിരുന്നു? ഇതിന്റെ ബേസ് ഒരു ഏറ്റവും വലിയ ലേണിംഗ് ആക്ച്വലി ഹൗ ടു മാനേജ് പീപ്പിൾ. ഐ മീൻ ഇത്രയും വലിയൊരു മീൻസ് എന്റെ ഒരു ഫസ്റ്റ് ഡയറക്ഷൻ മൂവിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു റൈറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള ഒരു സാധനമാണ് എന്റെ ഫസ്റ്റ് മൂവിയിൽ വന്നത്. അപ്പൊ ഹൗ ടു ഹാൻഡിൽ ദ ആർട്ടിസ്റ്റ്, ഹൗ ടു ഹാൻഡിൽ ദ ലൊക്കേഷൻ, അതൊരു ഭയങ്കര ലേണിംഗ് ആയിരുന്നു. അതും ഇത്രയും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകളും അതും കോമ്പിനേഷൻ ആണ്. ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ ക്ലൈമാക്സ് സീനിലൊക്കെ 10 to 15 ആർട്ടിസ്റ്റുകളാണുള്ളത്. അതൊരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ദ ബിഗ് സ്ക്രീനിൽ ഡയറക്റ്റഡ് ബൈ പ്രണീഷ് വിജയൻ കണ്ടപ്പോ വാട്ട് വാസ് ദ ഫസ്റ്റ് ഇമോഷൻ ദാറ്റ് യു ഫെൽറ്റ്? അത് ആക്ച്വലി നമുക്ക് ഇപ്പൊ നമുക്ക് വേണമെങ്കിലും ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റും ഭയങ്കര പ്രൗഡ് ആൻഡ് ഭയങ്കര ഹാപ്പി എന്നൊക്കെ പറയാമെങ്കിലും ആക്ച്വലി നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം ക്യൂബിൽ കണ്ടിട്ട് ഇതിന്റെ കറക്ഷൻസ് ഒന്നും ഇല്ലല്ലോ എന്നാണ് നോയിക്കൊണ്ട് പോകുന്നത്. നമ്മള് അങ്ങനത്തെ കാര്യങ്ങളാണ് ആക്ച്വലി എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും ഇത് സാധനം ഓക്കെ കറക്ഷൻസ് ഒന്നും ഇല്ല, സ്ക്രീനിങ് കറക്റ്റ് ആണ്, സൗണ്ട് കറക്റ്റ് ആണ് എന്നൊക്കെയുള്ള പരിപാടികളിലായിരുന്നു ഞാൻ നോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ ഒരു പടം ഒരു ഫൈനൽ ഔട്ട് വന്നു. ഫൈനൽ ഔട്ട് ആയി കഴിഞ്ഞപ്പോ തുടങ്ങി നമ്മുടെ ഈ ടൈറ്റിൽ കാർഡിൽ നമ്മുടെ പേര് നമ്മള് ഓരോ പ്രാവശ്യം പ്രിവ്യൂ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി പ്രൗഡ് മൂവ്മെന്റ് ആണ്. കാരണം നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ ചെറിയ ഷോർട്ട് ഫിലിംസും ആൽബംസ് അങ്ങനെയൊക്കെ ചെയ്ത് അപ്പൊ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയാൻ പറ്റില്ല, ഫസ്റ്റ് ആദ്യം നമ്മളിങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമ്പോ നമ്മളിപ്പോ കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മള് ഫോട്ടോസ് ഒക്കെ വെച്ച് വേറെ വല്ല മറ്റേ മ്യൂസിക് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഡയറക്റ്റഡ് ബൈ എന്നൊക്കെ ആദ്യം എഴുതി പറ്റുമായിരുന്നു ഒരു സന്തോഷത്തും കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇപ്പൊ ഇവിടെ എത്തി കഴിയുമ്പോ ഓക്കെ ഹാപ്പി. അമേസിംഗ്. ഓൾറൈറ്റ്. ലെറ്റ് മീ ഓൾസോ ആസ്ക് യു അപ്കമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രോജക്റ്റുകളെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിച്ചു പോവാം. ഇപ്പൊ 1-2 സ്ക്രിപ്റ്റിംഗ് വർക്ക്സ് ഞാൻ ചെയ്യുന്നുണ്ട് അടുത്ത പുതിയതായിട്ട്. പിന്നെ ഒബ്വിയസ്ലി അടുത്ത ഡയറക്ഷൻ പരിപാടികളും ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ കിടക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ പ്രണീഷ് ഒരു ചിന്ന റാപ്പിഡ് ഫയർ റൗണ്ടും കൂടെ ആയാലോ? ഓക്കെ. സോ ഞാൻ 2 ഓപ്ഷൻസ് തരും, അതിൽ ഒന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. റൈറ്റിംഗ് ഓർ ഡയറക്ഷൻ? പെട്ട് ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ ഇഷ്ടം റൈറ്റിംഗ് ആണ്. ഓക്കെ. മൂവീസ് ആണോ സീരീസ് ആണോ പ്രിഫർ ചെയ്യുന്നത്? മൂവീസ്. കോമഡി ഓർ ആക്ഷൻ? കോമഡി. ഓക്കെ. എഡിറ്റിംഗ് റൂം ആണോ അതോ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണോ? ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഓക്കെ. ഓപ്പൺ എൻഡഡ് ക്ലൈമാക്സസ് ഓർ ക്ലിയർ കൺക്ലൂഷൻ?
ഓപ്പൺ എൻഡ്. ഓ നൈസ്. ഓക്കെ, ഓൾറൈറ്റ്. Yeah. സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഏറ്റവും റാൻഡം ഓർ വിയേർഡ്ലി ഗൂഗിൾ ചെയ്ത ഒരു കാര്യമുണ്ടോ? പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ മറ്റേ മോസ്റ്റ്ലി നമ്മളിപ്പോ ഞാൻ എഴുതാണ് ചെയ്യാറ് മോസ്റ്റ്ലി പേപ്പറിൽ. ഓ അങ്ങനെയാണ്. പേപ്പറിൽ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എന്തായാലും പേപ്പറിലായിരിക്കും. കാരണം എനിക്ക് അതിന്റെ ഒരു ഡയലോഗിന്റെ ഒക്കെ ഒരു ടൈമിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മള് ഹാൻഡ് റിട്ടൺ എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് ഒരു ആർട്ടിസ്റ്റ് പറയാൻ എത്ര സമയം എടുക്കും എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മെയിൻലി പറ്റണത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. അപ്പോ നമ്മള് അതൊക്കെ ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ പേരുകൾ ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മള് ഇഷ്ടം പോലെ. ഞാൻ ആക്ച്വലി എഴുതുമ്പോ എന്റെ അപ്പുറത്ത് ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ടുണ്ടാവും. മോസ്റ്റ്ലി പേരുകളായിരിക്കും. പേരുകള് നമ്മളിപ്പോ സ്ഥലം അങ്ങനെയുള്ള. ഒരു ഫിലിം മേക്കർ ആയിരുന്നില്ലെങ്കിൽ വാട്ട് വുഡ് യു ഹാവ് ബീൻ ഡൂയിങ് നൗ? I mean, basically, I was into software engineering. Oh, okay. So, I was working there. അപ്പൊ ബേസിക്കലി അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവായിരുന്നു. ഓക്കെ, ഓൾറൈറ്റ്. ലാസ്റ്റ് ആയി തിയേറ്ററിൽ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ? ലോക. എനിക്കും എന്തെങ്കിലും ഒരു സിനിമ ഡയറക്ട് ചെയ്യണം എന്ന് തോന്നിപ്പിച്ച ഒരു സിനിമയുണ്ടോ? അത് ആക്ച്വലി ഇപ്പൊ എന്താ പറയാ, കുറെ സിനിമകളുണ്ട്. ഇപ്പൊ പത്മരാജൻ സാറിന്റെ ഒക്കെ പഴയ ഇന്നലെ, ഇപ്പൊ ഭരതന്റെ സിനിമകൾ, അങ്ങനെ പ്രിയദർശൻ സിനിമകള്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ കുറെ സിനിമകൾ, നമ്മുടെ ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ കുറെ സിനിമകൾ ഇങ്ങനെ കാണും. ആ ഒരു കാറ്റഗറി മൂവീസ് എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ഇനി പെറ്റ് ഡിറ്റക്റ്റീവ് നമ്മൾ മറ്റു പല ഭാഷകളിലേക്ക് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ ഹൂ വുഡ് യു കാസ്റ്റ് ആസ് ടോണി ജോസ് ആൻഡ് കൈകേയി? ഹിന്ദിയിൽ ആരെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അതില് ഈ രണ്ട് കഥാപാത്രങ്ങളും ചെയ്യുന്നുണ്ടാവുക? സെയിം തന്നെയാണ്, ഇവര് തന്നെയാണ്. ഞാൻ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും കൊണ്ടുവന്നത്, മറ്റാരും ഇല്ല. എല്ലാത്തിലും ഇവര് തന്നെ. അടിപൊളി. ഹോളിവുഡിലേക്കോ? എഗാൻ ഹോളിവുഡിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ? ഹോളിവുഡിലേക്കും പോകും. ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾ ഹോളിവുഡ്. I like it. പ്രണീഷ്, താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്തതിന്. താങ്ക് യു. ആൻഡ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിസണേഴ്സിന് വൺസ് അഗൈൻ ഇഫ് യു വാണ്ട് ടു സേ, ലൈക്ക് ഈ പറഞ്ഞ പോലെ പെറ്റ് ഡിറ്റക്റ്റീവ് തിയേറ്ററിൽ തന്നെ പോയി കാണുക റിമൈൻഡ് ചെയ്തോളൂ. എല്ലാവരും പോയി കാണുക തിയേറ്ററിൽ. ഹാപ്പി ഫാമിലി ആയിട്ട് പോയി കാണുക വിത്ത് കിഡ്സ്. ഹാപ്പി ആയിരിക്കും എല്ലാവരും. എല്ലാവർക്കും വളരെ വളരെ ഒരു എന്റർടൈൻ തരുന്ന ഒരു മൂവി ആയിരിക്കും. സോ please go and watch. Thank you so much for joining with us. Thank you. Alright, എന്നാലും സ്റ്റാർസ് ഓൺ എയറിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരുന്നത് ഡയറക്ടർ പ്രണീഷ് വിജയൻ ആയിരുന്നു. കുറേയധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതുപോലെ മറ്റൊരു സെലിബ്രിറ്റിയുമായി അടുത്ത ആഴ്ച നമുക്ക് കേട്ടുമുട്ടാം. Till then, stay happy, stay positive, stay awesome and stay tuned to Radio Malayalam 98.6, Qatar's #1 radio station.